ഞാനൊരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാനാണ്. അപ്പോൾ 1 ലിറ്റർ പാലെടുത്തു. അതിലേക്ക് പലരും മുട്ട അടിക്കാറില്ല, പക്ഷെ ഞാൻ 3 മുട്ട അടിച്ചതെന്ന് വെച്ചാൽ ഞാൻ വേറെ ക്രീമൊന്നും ചേർക്കണില്ല. അപ്പോൾ ഈ മുട്ട ചെല്ലുമ്പോഴാണ് അതിന് നല്ലൊരു ക്രീമി സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ പാല് 1 ലിറ്റർ, മുട്ട അടിച്ചത് അതിൽ ചേർത്ത്, പിന്നെ 1 ഗ്ലാസ് പഞ്ചസാര, ഇതൊക്കെ ചേർത്തിട്ട് ഞാൻ കുറുക്കി വെച്ചതാണ് ഇത്. ഇനി ഇതിൽ ഞാൻ ഇത് മാത്രമല്ല ചേർക്കണേ, ഒരു 1.5 സ്പൂണോളം ഗോതമ്പ് ചെറുതായിട്ട് വറുത്തിട്ട് അത് ചേർത്ത് കുറുക്കി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തണുക്കുമ്പോൾ രണ്ടും കൂടി അടിച്ചിട്ട് മാറ്റി വയ്ക്കും. അല്ല, മാംഗോ ആദ്യം അടിക്കും, എന്നിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് അടിച്ച് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് തണുക്കാൻ ഞാൻ വെച്ച് വെക്കാം. ഇതിൽ ചേർത്തത് ഇതാണ്: 1 ലിറ്റർ പാല്, 1 ഗ്ലാസ് പഞ്ചസാര, 3 മുട്ട. അപ്പോൾ മാംഗോയിലേക്ക് മുട്ട ചേർക്കണമെന്നില്ല, പക്ഷെ ഞാൻ ചേർത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ക്രീമുകളൊന്നും ചേർക്കണില്ല. അപ്പോൾ ഈ മുട്ടയും പാലും കൂടി ചെല്ലുമ്പോൾ അതൊരു നല്ല ക്രീമി സ്ട്രക്ചറാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തത്. മണമൊന്നും വരില്ല. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അത് അങ്ങനെ ആക്കി വെച്ച് നോക്കാം. ഇത് ഒരു 1.5 സ്പൂണ് ഗോതമ്പ് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് കുറുക്കാക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് അടിക്കും. അപ്പോൾ എനിക്കൊരു ചെറിയ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്, കാരണം മാങ്ങയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ആ കളർ പോരെങ്കിൽ ഇതും കൂടി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടുണ്ട്. അതിൻ്റെ മഞ്ഞൾ കുത്തൊന്നും വരില്ല അതില്ല കേട്ടാ, ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 1 ലിറ്റർ പാല് കൊണ്ട് 4 മാങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. 2 അപ്പോൾ നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ള പാത്രമാണ് ഇത്. ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ. 1 ലിറ്റർ പാല്, 1 ഗ്ലാസ് പഞ്ചസാര, ഒരു 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ട് ആദ്യം ചൂടാക്കി അതിൻ്റെ ആ പച്ചമണം വരെ വെക്കാം. ഇത് വല്ലാണ്ട് വറവരുത്. അത് ഒന്ന് കുറുക്കി അതിൽ ചേർക്കേണ്ടതാണ്. അപ്പം എൻ്റെ പാത്രം ചെറുതായതൊന്നും ഞാൻ അങ്ങനെ വേറെ വെച്ചെന്നുള്ളൂ. അപ്പം അതിൽ തന്നെ കുറുക്കി ചേർക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ കുറുക്കി വെച്ചാലും മതി. മിക്സിയിൽ അടിക്കുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് അടിക്കുക. പിന്നെ ഇതിൽ വേറെ എസൻസുകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ആ 4 നന്നായി പഴുത്ത മാങ്ങയാണ്. ആ മാങ്ങ അടിച്ചതിന് ശേഷം പാല്, മുട്ട 3 ചേർത്തായിരുന്നു. അത് മുട്ട ചേർക്കണമെന്നില്ല, പക്ഷെ ഞാൻ ചേർത്താന്ന് വെച്ചാൽ അതിനൊരു ക്രീമി ഇത് വരാൻ വേണ്ടിയിട്ടാണ്. പാലും മുട്ടയും കൂടി ചേരുമ്പോൾ നല്ലൊരു ക്രീമി ഫിറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ക്രീമുകളൊന്നും ചേർക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പം നല്ല രസമായിട്ട് ഞാൻ അടിച്ചിരിക്കുന്നുണ്ടാ. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇത് അടിച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കണം. അപ്പോൾ നമുക്ക് വയ്ക്കാം. ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുക്കുമ്പോൾ കാണിച്ചു തരാം. ശരി, ഓക്കെ. മാംഗോ ഐസ്ക്രീം ഒരു സ്റ്റീലിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ, പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വെള്ളം കിടക്കില്ല. അല്ലാതെ ചിലപ്പോൾ വെള്ളത്തിൻ്റെ ക്രിസ്റ്റൽ ഉണ്ടാവും. ഇതിന് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നന്നായി പാക്കിടാൻ വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ 6 മണിക്ക് വെച്ചതാണ്. 1 മണി 8 അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം. എന്നിട്ട് ഇത് ഇനി ഒന്നും കൂടി അടിച്ചിട്ട് നന്നായി അടിച്ചിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നാളെ രാവിലെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് അടിക്കാൻ പോവാണ്. ഈ 2 പാത്രത്തിലേക്ക് തുറന്ന് നോക്കാം. ആയിട്ടൊന്നുമില്ല. അല്ല, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്കൊന്നും കൂടി ഇങ്ങനെ അടച്ചു വയ്ക്കുന്ന കാരണം അതിൽ ക്രിസ്റ്റൽ പോലെയൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതിലൊക്കെ ഈ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ നിന്നുള്ള ഐസ് ക്രിസ്റ്റൽസ് കാണും. ഇതിലിപ്പോൾ അതൊന്നുമില്ല. നമ്മൾ സൂക്ഷിച്ച് അങ്ങനെ വയ്ക്കണം. ഇനി നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് ഒന്നും കൂടി അടിച്ചിട്ട് നമുക്കത് ഒഴിച്ച് വയ്ക്കാം. വേണ്ട, നല്ല ക്രീമി ആയിട്ടിരിക്കണ. ഇതാ മുട്ട ചേർത്ത് വേണ്ട, മറ്റത് മാത്രം ചേർക്കണേ. അല്ലെങ്കിൽ പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ചേർക്കണം നമ്മൾ. ഇപ്പോൾ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ വേറെ ക്രീമുകളൊന്നും നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആയിട്ടൊന്നുമല്ല, നമ്മൾ സാധാ പാലിൽ കാച്ചെടുത്താണ്.
അപ്പോൾ അതിൽ 2-3 മുട്ട ചേർത്തപ്പോൾ അതിനൊരു നല്ല ക്രീമി സ്ട്രക്ചറാണ്. കഴിക്കാനും നല്ല, ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നാളെ നമുക്കിത് ഒഴിച്ച് വെച്ചിട്ട് നാളെ രാവിലെ കുറച്ച് 10 മണിക്ക് ആകുമ്പോൾ എടുക്കാം. അല്ല, അതിന് മുന്നേ എടുക്കാം, പക്ഷെ എനിക്കിപ്പോൾ അപ്പോഴാവശ്യം വരുള്ളൂ. അതിനെടുക്കാം, നമുക്ക് ഒഴിച്ച് വയ്ക്കാം. നമുക്ക് അടച്ച് വയ്ക്കാം നല്ല വൃത്തിയായിട്ട്. ഇനി ഇതിൽ അല്ലെങ്കിൽ ശരിക്കും അതിനായി സ്റ്റീലിൻ്റെ പേപ്പറൊന്നും ഇട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റൽ പോലെ ഫ്രീസറിൽ നിന്ന് വരും. അപ്പം അതൊന്നുമില്ല, നല്ല ഇതായിട്ടിരിക്കുന്നുണ്ട്. നാളെ നമുക്ക് എടുക്കാം. കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ച്, കാരണം അപ്പൂന് കഴിക്കണമെങ്കിൽ ഭയങ്കര കട്ടിയിലായാലും അവന് പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച്. അത് കാരണമാണ് ഇങ്ങനെ ഇത്ര എളുപ്പത്തിൽ കിട്ടണത്. നല്ല കുറച്ച് നല്ലതായിട്ടിരുന്നതാണ്. ഞാൻ അപ്പൂന് കഴിക്കാനുള്ള എളുപ്പത്തിൽ ഇതിങ്ങനെ ഇത്തിരി ഒന്ന് ലൂസായിട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ വായിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു കാണിക്കലൊക്കെ ഉണ്ട് നമ്മുടെ. അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ മാംഗോ ഐസ്ക്രീം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല, ഇപ്പോൾ മാംഗോ ഉള്ള സമയമല്ലേ, ഉണ്ടാക്കി കൊടുക്കും.